ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BBAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. നമ്മളിപ്പോൾ എടുക്കുന്നത് നമ്മുടെ എക്സലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു ഇതിൽ ഏത് ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നതെന്ന്. നമ്മളിപ്പോൾ ഈ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ എക്സൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്, എക്സൽ പബ്ലിക്കേഷൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റുകളാണ്. അപ്പോൾ സെയിം തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടൻറ്റുകൾ സെയിം തന്നെയാണ്. ചാപ്റ്ററുകൾ ചിലപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് വന്നേക്കാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ടെക്നിക്സ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രഡീഷണലും നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ഉണ്ട്, അതുപോലെ ടൈം അഡ്ജസ്റ്റഡ് ഓർ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് ഉണ്ട്. അതിൽ ട്രഡീഷണൽ മെത്തേഡ്സ് നമുക്ക് രണ്ട് മെത്തേഡുകളാണ് പഠിക്കാനായിട്ടുള്ളത്. പേ ബാക്ക് പീരീഡ് മെത്തേഡും അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേണും. അങ്ങനെ രണ്ട് മെത്തേഡുകളാണ്. നമുക്ക് ആദ്യം പേ ബാക്ക് പീരീഡ് മെത്തേഡ് നമുക്ക് നോക്കാം. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2 മാർക്ക് ക്വസ്റ്റനിൽ ചോദിക്കാം. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആൻഡ് സിമ്പിൾ ടെക്നിക് ഫോർ ടേക്കിംഗ് ഡിസിഷൻ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ, അതായത് നമ്മൾ ക്യാപിറ്റൽ ലോങ് ടേമിലേക്ക് നമ്മളൊരു അസറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഏത്? പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ വേറെ പല പേരുകളിലും അറിയപ്പെടാറുണ്ട്. പേ ബാക്ക് പീരീഡിൻ്റെ മറ്റൊരു പേരാണ് പേ ഔട്ട് അല്ലെങ്കിൽ പേ ഓഫ് മെത്തേഡ് എന്നൊക്കെ നമുക്ക് പറയാം. ദിസ് ടെക്നിക് മെഷേഴ്സ് ഓൺലി വൺ ആസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ആകെ ഒരു ആസ്പെക്റ്റ് മാത്രമാണ് നമ്മൾ മെഷർ ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് പ്രോഫിറ്റബിലിറ്റി. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്രോഫിറ്റിൻ്റെ ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ദ പീരീഡ് വിത്തിൻ വിച്ച് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി റിസീവ്ഡ് ബാക്ക്. നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റിൽ അല്ലെങ്കിൽ ലോങ് ടേമിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾക്കുള്ളിൽ നമുക്കത് ആ എൻറ്റയർ എമൗണ്ട് എത്ര പീരീഡിനുള്ളിൽ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. അതാണ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ. To put it in another way, this method represents a period, normally the number of years, which is required to get back the original cost of investment by annual savings. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഇയേഴ്സിലാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് എത്ര നാൾക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. എത്ര നമ്പർ ഓഫ് ഇയേഴ്സിനുള്ളിൽ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും എന്ന് കണ്ടുപിടിക്കുന്നതാണ് പേ ബാക്ക് പീരീഡ്. അത് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ആനുവൽ സേവിങ്സിന്മേലാണ് നമ്മൾ ഈ ഒരു പേ ബാക്ക് പീരീഡ് നമ്മൾ വർക്കൗട്ട് ചെയ്യാം. ടു ബി മോർ പ്രിസൈസ്, ദിസ് സിംപ്ലി ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ സേവിങ്സ്. അതായത് പേ ബാക്ക് പീരീഡ് കാണാനായിട്ട് വളരെ സിമ്പിളായിട്ടൊരു ഇക്വേഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ സേവിങ്സ് എന്ന്. ആനുവൽ സേവിങ്സ് ഉദ്ദേശിക്കുന്ന ആനുവൽ ഏണിങ്സ് ആണ്. അതായത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഓരോ ഇയറിൽ നമുക്ക് ഏണിങ്സ് കിട്ടിയോ ആ ഏണിങ്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പേ ബാക്ക് പീരീഡ് കിട്ടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു നോട്ടാണ്, ഏണിങ്സ് ഹിയർ മീൻസ് പ്രോഫിറ്റ് ഫ്രം ഓപ്പറേഷൻ ഓഫ് ദ അസറ്റ് ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ബട്ട് ആഫ്റ്റർ ചാർജിങ് ടാക്സ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏണിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു അസറ്റിന് വേണ്ടി നമ്മൾ കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ്, അതാണ് നമ്മുടെ എന്തായിട്ട് എടുക്കുക? ആനുവൽ ഇൻഫ്ലോ ആയിട്ട് എടുക്കുക. ആ ഏണിങ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഏണിങ്സ് എങ്ങനെയുള്ളതായിരിക്കണം? ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ, ആ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് മുമ്പും അതുപോലെ ആഫ്റ്റർ ചാർജിങ് ടാക്സ്, ടാക്സ് ചാർജ് ചെയ്തതിന് ശേഷമുള്ള ഏണിങ്സ് ആയിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കറിയാം ടാക്സ് ഒക്കെ കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡിപ്രീസിയേഷന് മുമ്പുള്ളതായിരിക്കണം. ഡിപ്രീസിയേഷൻ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് ചാർജ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ എടുക്കുന്ന ഏണിങ്സ് ആണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷന് വേണ്ടി എടുക്കാൻ പാടുള്ളൂ. ഡിപ്രീസിയേഷൻ എന്തുകൊണ്ട് എടുക്കാത്തതെന്ന് അറിയോ? ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അത് ക്യാഷായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസ് അല്ല അല്ലേ. തേയ്മാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ ഇയറിൽ നമുക്ക് യൂസ് ചെയ്യും തോറും നമുക്ക് അതിലുണ്ടാകുന്ന ആ ഒരു വാല്യൂവിലുണ്ടാകുന്ന ആ ഒരു പർട്ടിക്കുലർ അസറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന ആ ഒരു കുറവിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അത് നമ്മുടെ ക്യാഷായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ ഒരിക്കലും ഇതിൽ കൺസിഡർ ചെയ്യില്ല. അത് പ്രത്യേകം ഓർക്കുക. പക്ഷേ ടാക്സ് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ പേ ബാക്ക് പീരീഡ് കാണുന്ന ഇക്വേഷനാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ഇൻഫ്ലോ. നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. A project cost rupees 20 lakhs and yield annually a profit of rupees 3 lakh after depreciation at 12.5
percentage but before tax 50%. Calculate the cash inflow and the payback period of the project. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസ് നമ്മളോട് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊജക്റ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ എത്രത്തോളം നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ ക്യാഷ് എത്രത്തോളം കിട്ടുന്നു, അതാണ് നമുക്കിതിന് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇവിടെ കിട്ടിയ പ്രോഫിറ്റ് നമുക്ക് അതുകൊണ്ട് 3 lakh ആണ്. പക്ഷേ തന്നിരിക്കുന്ന ഈ 3 lakh എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ചാർജിങ് ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷന് ശേഷമുള്ളതും അതുപോലെ ടാക്സിന് മുമ്പുള്ളതാണ്. നമ്മൾ എപ്പോഴും പേ ബാക്ക് പീരീഡ് കാണുമ്പോൾ എപ്പോഴും എങ്ങനെ എടുക്കണം? ടാക്സിന് ശേഷമുള്ളതും ഡിപ്രീസിയേഷന് മുമ്പുള്ളതും എടുക്കണം അല്ലേ. അപ്പോൾ ഈ 3 lakh നമ്മൾ ടാക്സ് അടച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടാക്സ് അടയ്ക്കണം. അപ്പോൾ 3 lakh പ്രോഫിറ്റിൻ്റെ ആണല്ലോ നമ്മൾ ടാക്സ് അടയ്ക്കുക. അപ്പോൾ 3 lakhൻ്റെ 50% നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ 3 lakh × 50/100 നമുക്ക് 1,50,000 എന്ന് കിട്ടും. അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രോഫിറ്റ് നമുക്ക് എന്ത് വിളിക്കാം? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ടാക്സിന് ശേഷമുള്ള പ്രോഫിറ്റാണ് 1,50,000. പക്ഷേ ഈ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആണോ? അല്ല, ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ് അല്ലേ. നമുക്കെപ്പോഴും ബിഫോർ ഡിപ്രീസിയേഷൻ വരണം. കാരണം ഡിപ്രീസിയേഷൻ ഒരിക്കലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പാടില്ല. കാരണം ഡിപ്രീസിയേഷൻ പറയുന്നത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എടുക്കുമ്പോൾ എപ്പോഴും ഒറിജിനൽ കോസ്റ്റിൽ എടുക്കണം. നമ്മൾ എത്രത്തോളം കോസ്റ്റാണോ പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കിയിരിക്കുന്നത് ആ കോസ്റ്റിൻ്റെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എടുക്കേണ്ടത്. അപ്പോൾ 20 lakhs ആണല്ലോ പ്രൊജക്റ്റ് കോസ്റ്റ്. അപ്പോൾ 20 lakhsൻ്റെ 12.5% എത്രയാണ്? 2,50,000. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടാണ്. അപ്പോൾ അതിന് മുമ്പുള്ള എമൗണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കേട്ടോ. അപ്പോൾ 1,50,000 കൂടെ നമ്മൾ 2,50,000 ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് 4 lakh എന്ന് കിട്ടും. ഇനി പേ ബാക്ക് പീരീഡ് കാണാമല്ലോ. പേ ബാക്ക് പീരീഡ് എങ്ങനെയാണ് കാണുക? നമുക്ക് എത്രത്തോളം എമൗണ്ട് ആണോ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അത് ഡിവൈഡ് ബൈ നമുക്ക് വന്ന ആനുവൽ ഇൻഫ്ലോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത എമൗണ്ട് 20 lakhs അല്ലേ. അപ്പോൾ 20 lakhs ഡിവൈഡ് ബൈ നമുക്ക് കിട്ടിയ ആനുവൽ ഇൻഫ്ലോ എത്രയാണ്? 4 lakh. അപ്പോൾ 20 lakh by 4 lakh ദാറ്റ് ഈസ് 5 years. 5 വർഷം കൊണ്ട് നമ്മുടെ 20 ലക്ഷം എന്ന് പറയുന്ന എമൗണ്ട് ഈ ഒരു അസറ്റിൽ നിന്ന് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് പേ ബാക്ക് പീരീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രൊജക്റ്റ് എ കോസ്റ്റ് ₹2 lakh ആൻഡ് പ്രൊജക്റ്റ് ബി കോസ്റ്റ് ₹3 lakh. ബോത്ത് ഹാവ് 10-year ലൈഫ്. യൂണിഫോം ക്യാഷ് റിസിപ്റ്റ് എക്സ്പെക്റ്റഡ് ആർ എ ₹40,000 per annum ആൻഡ് ബി ₹80,000 per annum. ഫൈൻഡ് ഔട്ട് പേ ബാക്ക് പീരീഡ്. ഇവിടെ യൂണിഫോം, അതായത് യൂണിഫോം ആയിട്ടാണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ വരുന്നതെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അതായത് പ്രൊജക്റ്റ് എയുടെ നമുക്ക് കാണണമെങ്കിൽ പ്രൊജക്റ്റ് എയുടെ കോസ്റ്റ് എത്രയാണ്? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? കോസ്റ്റ് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ മൊത്തം അതിന് വേണ്ടി നമ്മൾ ചിലവാക്കിയ പൈസ 2 lakh ആണ് അല്ലേ. അപ്പോൾ എക്ക് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്? അത് യൂണിഫോം റിട്ടേൺ ആണ്. എല്ലാ വർഷവും നമുക്കൊരു 40,000 വെച്ച് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ ഇൻഫ്ലോ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 2 lakh ഡിവൈഡ് ബൈ 40,000 ചെയ്യുമ്പോൾ നമുക്ക് 5 years. അപ്പോൾ നമ്മുടെ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് എക്ക് വേണ്ടി നമ്മൾ ചിലവാക്കിയ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് 5 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. അതാണ് പേ ബാക്ക് പീരീഡ്. ഇനി ഇതുപോലെ പ്രൊജക്റ്റ് ബിയുടെ വർക്കൗട്ട് ചെയ്യുക. പ്രൊജക്റ്റ് ബിയുടെ കോസ്റ്റ് എത്രയാണ്? 3 lakh അല്ലേ. അപ്പോൾ 3 lakh ഡിവൈഡ് ബൈ പ്രൊജക്റ്റ് ബിക്ക് നമുക്ക് കിട്ടുന്ന യൂണിഫോം ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? 80,000. അപ്പോൾ 3 lakh ഡിവൈഡ് ബൈ 80,000 ചെയ്യാം. 3.75 years. അപ്പോൾ ഈ 2 പ്രൊജക്റ്റിലെ ഏറ്റവും നല്ല പ്രൊജക്റ്റ് ഏതാണ്? പ്രൊജക്റ്റ് എയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ പ്രൊജക്റ്റ് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ? ഏറ്റവും കുറവ് പേ ബാക്ക് പീരീഡ് ഉള്ളതായിരിക്കും നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക? ആക്സെപ്റ്റ് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? പ്രൊജക്റ്റ് എയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൈസ വെച്ചിട്ട് നമുക്ക് ചിലവാക്കിയ പൈസ 5 വർഷം കൊണ്ടേ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ പ്രൊജക്റ്റ് ബിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലോ ഒരു 3.25 വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല പ്രൊജക്റ്റ് ഏതാണ്? അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ബി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ചൂസ് ചെയ്യാനായിട്ട്. കാരണം സിൻസ് ഇറ്റ് ഹാസ് ഷോർട്ടർ പേ ബാക്ക് പീരീഡ്. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഇൻഫ്ലോ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ ചെയ്തത് യൂണിഫോം ആയിട്ട് ക്യാഷ് ഇൻഫ്ലോ വരികയാണെങ്കിൽ എങ്ങനെയാണ് പേ ബാക്ക് പീരീഡ് വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ നോക്കി. നെക്സ്റ്റ് ഡിഫറെൻറ്റ് എമൗണ്ടിലാണ് ഇൻഫ്ലോ വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. The management of Navaratna Limited has proposed to invest ₹1 lakh in project which will give earnings for 6 years as follows. അപ്പോൾ നവരത്ന ഒരു 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 6 വർഷത്തേക്ക് അവർക്ക് എന്ത് കിട്ടും? ഏണിങ്സ് കിട്ടും. ഫസ്റ്റ് ഇയറിൽ ഒരു 30,000 കിട്ടും, സെക്കൻഡ് ഇയറിൽ ഒരു 20,000 കിട്ടും, തേർഡ് ഇയറിൽ ഒരു 20,000 കിട്ടും, ഫോർത്ത് ഇയറിൽ ഒരു 18,000 കിട്ടും, ഫിഫ്ത്ത് ഇയറിൽ ഒരു 18,000, സിക്സ്ത് ഇയറിൽ ഒരു 12,000. ബട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ ഏണിങ്സ് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്യൂമുലേറ്റീവ്
ക്യുമുലേറ്റീവ് ഏണിങ്സ് വർക്കൗട്ട് ചെയ്യണം. എന്താ ക്യുമുലേറ്റീവ് ഏണിങ്സ് പറഞ്ഞാൽ? ഏണിങ്സ് കൂട്ടി കൊണ്ടുവരുന്നതാണ് ക്യുമുലേറ്റീവ് ഏണിങ്സ്. അപ്പോൾ ഏണിങ്സ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഫസ്റ്റത്തെ ഏണിങ്സ് എത്രയാണ്? 30,000 അല്ലേ? അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എഴുതാം. 30,000 പ്ലസ് അടുത്തത് 20,000, അപ്പോൾ 50,000. അടുത്ത 50,000 പ്ലസ് 20,000 70,000. 70,000 പ്ലസ് 18,000 88,000. 88,000 പ്ലസ് വീണ്ടും 18,000 1,06,000. നമ്മുടെ 1 lakh ആയിരുന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ആ 1 lakh നമുക്ക് കിട്ടുന്നത് ഒരു 4th ഇയർ ആകുമ്പോൾ നമുക്ക് 88,000 കിട്ടുന്നുള്ളൂ. ഫിഫ്ത്ത് ഇയർ ആയപ്പോൾ നമുക്ക് ടോട്ടൽ ഏണിങ്സ് 1,06,000 ആയി അല്ലേ? അപ്പോൾ 4 വർഷം എന്തായാലും വേണം നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട്. 4 വർഷം മാത്രം പോരാ, കുറച്ച് എത്രയോ ഇങ്ങോട്ട് മാസം കൂടി വേണം. കാരണം 5 വർഷം ആയിക്കഴിഞ്ഞാൽ നമുക്ക് 1,06,000 തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ 4th ഇയർ കൊണ്ട് നമുക്ക് 88,000 നമുക്ക് തിരിച്ചു പിടിക്കാം. പിന്നെ ബാക്കി എത്ര കുറവുണ്ട്? 1 lakh കിട്ടണമെങ്കിൽ 1 lakh ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ 1 lakh ആകണമെങ്കിൽ ഇനി 88,000 നമുക്ക് എത്ര കൂടി വേണം? 12,000 രൂപ കൂടി വേണം അല്ലേ? പക്ഷേ 5ാമത്തെ ഇയറിൽ നമുക്ക് എത്ര കിട്ടണം ഏണിങ്സ്? 18,000 രൂപയല്ലേ? അപ്പോൾ ആ 18,000-ൽ 12,000 കിട്ടണമെങ്കിൽ എത്ര നാൾ പിടിക്കും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4th ഇയർ പ്ലസ്, അതായത് 4th ഇയർ എടുക്കാനുള്ള കാരണം 88,000 രൂപ നമുക്ക് 4 വർഷം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇനി ഒരു 12,000 രൂപയും കൂടി വേണം അല്ലേ? അപ്പോൾ 12,000 ഡിവൈഡഡ് ബൈ 5ാമത്തെ വർഷം കിട്ടുന്നത് എത്രയാണ്? നമുക്ക് 18,000 അല്ലേ? അപ്പോൾ 12,000 ഡിവൈഡ് ബൈ 18,000 ഇൻറ്റു 12 ചെയ്യാം. മാസത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇൻറ്റു 12 ചെയ്യാം. അപ്പോൾ നമുക്ക് 8 month എന്ന് കിട്ടും. 7.9 എന്നാണ് നിങ്ങൾ റൗണ്ട് ചെയ്ത് 8 ആക്കുക. അപ്പോൾ 4 years and 8 months. അപ്പോൾ 4 വർഷവും 8 മാസത്തിനുള്ളിൽ നമ്മുടെ 1,00,000 രൂപ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പേ ബാക്ക് പീരീഡിൽ പറഞ്ഞുതരാം. കൂടുതലും എക്സാമിനൊക്കെ SC ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. The following are the details relating to 2 machines X and Y. അപ്പോൾ മെഷീൻ എക്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, മെഷീൻ വൈയുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം മെഷീൻ എക്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ ഉണ്ട്. എത്രയാണ്? 1,60,000. നിങ്ങൾ കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സ്ക്രാപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കോസ്റ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അതിൽ ഫസ്റ്റ് ഇയറിൽ എത്രയാണ് സേവിങ്സ്? 20,000. സെക്കൻഡ് ഇയറിൽ 30,000. തേർഡ് ഇയറിൽ 50. നമ്മൾ എന്താ ചെയ്യുക? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏണിങ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് സേവിങ്സ് വർക്കൗട്ട്. ഞാൻ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം പോലെ ക്യുമുലേറ്റീവ് സേവിങ്സ് വർക്കൗട്ട് ചെയ്യാം. ക്യുമുലേറ്റീവ് സേവിങ്സ് കാണുമ്പോൾ ആദ്യം 20,000 ചെയ്താൽ 20 + 30 50,000. 50 + 50 1 lakh. 1 lakh + 50 1,50,000. നെക്സ്റ്റ് 1 lakh + 1,50 + 40 1,90,000 കേട്ടോ. അവർ 5th ഇയർ വരെ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 7th ഇയർ വരെ ചെയ്യാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. നമുക്കപ്പോൾ 1,60,000 അല്ലേ ആവശ്യമുള്ളൂ. കോസ്റ്റ് 1,60,000 അല്ലേ? അപ്പോൾ 4th ഇയറിൽ നമുക്ക് 1,50,000 റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. 5th ഇയർ ആയപ്പോൾ 1,90,000 റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4th ഇയർ പ്ലസ് 4th ഇയറിൽ നമുക്ക് 1,50,000 റിക്കവർ ചെയ്യാൻ പറ്റും. ഇനി ഒരു 10,000 കൂടി കുറവില്ലേ? അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 5th ഇയറിൽ നമുക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്? 40,000. അപ്പോൾ 1,50,000 കിട്ടുന്നത് 4th ഇയറിലാണ്. 4th ഇയർ പ്ലസ് ബാക്കിന് എത്ര കുറവുണ്ട്? 10,000 ഡിവൈഡഡ് ബൈ 5th ഇയറിലെ സേവിങ്സ് എത്രയാണ്? 40,000 ഇൻറ്റു 12 ചെയ്യുക കേട്ടോ. ഇവിടെ ചെയ്തിട്ടില്ല, ഈ ടെക്സ്റ്റിൽ ചെയ്തിട്ടില്ല. ഇൻറ്റു 12 ചെയ്യുക. നമുക്ക് 3 month എന്ന് കിട്ടും. അപ്പോൾ 4 year and 3 month. ഇതുപോലെ തന്നെ മെഷീൻ വൈയുടെയും ചെയ്യാം. മെഷീൻ വൈയുടെ കോസ്റ്റ് 2 lakh ആണ്. ആ 2 lakh ആകുന്നത് എപ്പോഴാണ്? 1,60,000 ആകുന്നത് 3rd ഇയറിലും. പിന്നെ ഒരു 40,000 കുറവുണ്ട്. പക്ഷേ 4th ഇയറിൽ 60 ആണ് ഏണിങ്സ് വരുന്നത്. അപ്പോൾ 40/60 ഇൻറ്റു 12 ചെയ്യാം. അപ്പോൾ 8 month എന്ന് കിട്ടും. അപ്പോൾ 3 year and 8 month. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല പ്രൊജക്റ്റ് ഏതാ? ഏറ്റവും നല്ല മെഷീൻ ഏതാ? എക്സ് ആണോ വൈ ആണോ? എക്സ് ആണെങ്കിൽ 4 വർഷവും 3 മാസം കൊണ്ടാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു പിടിക്കാൻ പറ്റുക. പക്ഷേ മെഷീൻ വൈ ആണെങ്കിൽ 3 വർഷം കൊണ്ടും 3 വർഷം 8 മാസം കൊണ്ടാണ് നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഏറ്റവും നല്ല മെഷീൻ എന്ന് പറയുന്നത് മെഷീൻ എക്സ് അല്ല, മെഷീൻ വൈ ആണ്. കാരണം 3 വർഷം 8 മാസം കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കമൻറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം മെഷീൻ വൈ ആക്സെപ്റ്റ് സിൻസ് ഇറ്റ് ഹാസ് ഷോർട്ടർ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എഴുതുക. അപ്പോൾ ഇത്രയാണ് പേ ബാക്ക് പീരീഡ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അതെല്ലാവരും തന്നെ പഠിച്ചു വയ്ക്കാം. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.